ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വാഹനത്തിലെ ഏത് അഡ്വാൻസ്ഡ് ഫീച്ചറാണ് ഏറ്റവും ചീപ്പായി റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹൈടെക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം മുതൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് വരെയുള്ള ലക്ഷറികളിൽ എന്തെങ്കിലും ഹിഡൻ കോസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? വലിയ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ അഡാപ്റ്റീവ് സസ്പെൻഷൻ സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? അവ റിപ്പയർ ചെയ്യാനുള്ള ബില്ലിനായി നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? ഇതുപോലെയുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപേ ഈ ഫീച്ചറുകൾക്കെല്ലാം പിന്നീട് എന്തെങ്കിലും റിപ്പയർ വന്നു കഴിഞ്ഞാൽ ചിലവാകുന്ന കോസ്റ്റിനു കൂടി വർത്താണോ എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാം. എല്ലാവർക്കും സ്വന്തം വാഹനത്തിൽ കംഫർട്ടബിളും ഇന്നോവേറ്റീവുമായിട്ടുള്ള ഫീച്ചേഴ്സ് വേണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് ചുറ്റും ടച്ച് സ്ക്രീനുകൾ, എക്സ്റ്റീരിയർ ക്യാമറകൾ, അതുപോലെ തന്നെ വേരിയസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റംസ് ഒക്കെ മോഡേൺ കാറുകളിൽ കാണാം. ഈ മോഡേൺ ഫീച്ചേഴ്സ് എല്ലാം ഡ്രൈവിങ്ങിനെ വളരെയധികം സഹായിക്കുന്നവയാണ്. എങ്കിലും എന്തെങ്കിലും ഒന്ന് വർക്ക് ആകാതെ വന്നു കഴിഞ്ഞാലാണ് ശരിക്കുള്ള തലവേദന ആരംഭിക്കുന്നത്. റിപ്പയർ ചെയ്യാൻ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ന്യൂമാറ്റിക് സസ്പെൻഷൻ. റെഗുലർ സസ്പെൻഷനെ അപേക്ഷിച്ച് ന്യൂമാറ്റിക് സസ്പെൻഷൻ വളരെ കോംപ്ലിക്കേറ്റഡും ലെസ് റിലയബിളുമാണ്. അവയുടെ ശരിയായ പ്രവർത്തനത്തിന് സീൽ ചെയ്ത എയർലൈനുകൾ, എയർ കംപ്രസർ, സ്പെഷ്യൽ സ്പ്രിങ്ങുകൾ, അതോടൊപ്പം ഒരുപാട് സെൻസറുകളും ആവശ്യമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് സംഭവിക്കുന്ന തകരാർ പരിഹരിക്കാൻ ഒരുപാട് ക്യാഷ് ചെലവാകുന്നതാണ്. അലുമിനിയം ബോഡി. സ്റ്റീലിനെ അപേക്ഷിച്ച് അലുമിനിയം ഭാരക്കുറവുള്ളതും സ്ട്രെങ്ത് ടു വെയ്റ്റ് റേഷ്യോ കൂടുതലുള്ളതുമാണ്. എന്നാൽ ഇവയുടെ പ്രധാന പ്രശ്നം കൂടിയ പ്രോസസ്സിംഗ് അതുപോലെ തന്നെ റിപ്പയർ കോസ്റ്റുമാണ്. ഇക്കോസിസ്റ്റംസ്. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന മലിനീകരണ വാതകങ്ങളുടെ അളവ് കുറയ്ക്കുന്ന കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ അഥവാ EGR സിസ്റ്റം, ആഡ്ബ്ലൂ സിസ്റ്റം തുടങ്ങിയവ റിപ്പയർ ചെയ്യുവാൻ വളരെ എക്സ്പെൻസീവ് ആണ്. LED ലൈറ്റിംഗ്. ഹാലജൻ ലൈറ്റുകളെയും സെനോൺ ലൈറ്റുകളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് LED ലൈറ്റുകൾ. അവ കൂടുതൽ വെളിച്ചം നൽകുന്നു, എനർജി എഫിഷ്യന്റുമാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ യൂണിറ്റ് തന്നെ മാറ്റേണ്ടി വരുന്നതിനാൽ റിപ്പയർ വർക്ക് എക്സ്പെൻസീവ് ആണ്. ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് സിസ്റ്റംസ്. ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററികളുടെ കപ്പാസിറ്റി കുറഞ്ഞു വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇവ മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. ഇതല്പം ചെലവേറിയ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മളിൽ പലരും ഇപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ മടി കാണിക്കുന്നത്. ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ്. ഡ്രൈവിംഗ് ഈസിയാക്കാനായി ഇന്നത്തെ വാഹനങ്ങളിൽ ഡ്രൈവറെ സഹായിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലെയിൻ അസിസ്റ്റന്റ്, എക്സ്റ്റീരിയർ ക്യാമറാസ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയവ. ഇത്തരം ഫീച്ചേഴ്സ് സാധാരണയായി അങ്ങനെയൊന്നും ഫെയിൽ ആകാറില്ല. എങ്കിലും ചിലപ്പോൾ സെൻസറുകൾക്കെല്ലാം കംപ്ലൈന്റ്സ് വന്നേക്കാം. ഇവ കണ്ടുപിടിക്കുന്നതും റിപ്പയർ ചെയ്യുന്നതും ചെലവേറിയ കാര്യമാണ്. ലക്ഷറി മെറ്റീരിയൽ ഇന്റീരിയേഴ്സ്. വാഹനത്തിനുള്ളിൽ പ്രീമിയം ലുക്ക് കിട്ടുവാനായി എല്ലാവരും തന്നെ ജെന്യുവിൻ ലെതർ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള മെറ്റീരിയലുകൾക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ മാറ്റുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് നല്ല കെയർ ആവശ്യമാണ്. സൺറൂഫ്സ് ആൻഡ് കൺവേർട്ടിബിൾ മെക്കാനിസംസ്. ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഫീച്ചറാണ് സൺറൂഫ് അല്ലെങ്കിൽ ബൈജു ചേട്ടൻ പറയുന്ന പോലെ പൊടിയന്ത്രം. ഇവയുടെ മെക്കാനിസം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇലക്ട്രിക് മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് പറ്റിയാൽ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാം. എന്നാൽ മെക്കാനിസമാണ് ഫെയിൽ ആകുന്നതെങ്കിൽ അതല്ല അവസ്ഥ. വാഹനങ്ങളുടെ മൂല്യത്തിൽ ഓരോ വർഷം ചെല്ലുന്തോറും കുറവുണ്ടാകുമെന്ന് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി. എന്നാൽ കാലം കഴിയുന്തോറും റിപ്പയർ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. എന്താ ശരിയല്ലേ? അതോടൊപ്പം തന്നെ മോഡേൺ ടെക്നോളജികളുടെ ഉപയോഗം വീണ്ടും മെയിൻ്റനൻസ് എക്സ്പെൻസീവ് ആക്കും. ചെറിയ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കണമെങ്കിൽ പോലും കമ്പ്യൂട്ടർ ഡയഗ്നോസിസും സ്പെഷ്യൽ ടൂളുകളും ആവശ്യമായി വന്നേക്കാം. ഭാവിയിൽ ആവശ്യമായി വന്നേക്കാവുന്ന റിപ്പയർ കോസ്റ്റുകളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് അനുയോജ്യമായ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ ഇരിക്കുവാൻ എപ്പോഴും സഹായിക്കും. So, as you enjoy these enhancements, remember the finer things in automotive life often come with a price.